ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. ഇന്നത്തെ വീഡിയോ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ ഒരു കുറ്റിക്കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുക എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ വീട്ടിൽ കുറ്റിക്കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഏതൊരു ചെടിയും ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് റൂട്ട് സ്റ്റോക്ക് ആവശ്യമാണ്. ഏത് ചെടിയിലാണോ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുക. അതിന് ഉപയോഗിക്കുന്ന കമ്പിനെ നമ്മൾ സയോൺ എന്നും പറയും. അപ്പോൾ ഈ ഒരു കുറ്റിക്കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാനും റൂട്ട് സ്റ്റോക്കും സയോണും ആവശ്യമാണ്. കുറ്റിക്കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാൻ ഉപയോഗിക്കുന്ന റൂട്ട് സ്റ്റോക്കിൻ്റെ പേരാണ് പെപ്പർ കൊളീബ്രിനം. പെപ്പർ കൊളീബ്രിനം എന്ന് പറഞ്ഞുള്ള ചെടി ഈ കുരുമുളകിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ട ഒരു അകന്ന ബന്ധു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് നമ്മുടെ ഇന്ത്യക്കാരനല്ല, വിദേശിയാണ്. ബ്രസീലിൽ നിന്നൊക്കെയാണ് ഇത് നമ്മുടെ ഇന്ത്യയിൽ എത്തിയതെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ചെടിയിൽ വളരെ എളുപ്പത്തിൽ നമ്മുടെ ഈ ഒരു കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്ത് ഒട്ടിച്ചേർന്ന് വരും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഈ ഒരു പ്ലാന്റ് ആദ്യം നമ്മുടെ വീട്ടിൽ ഉണ്ടാവണം. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ വീട്ടിൽ കുറ്റിക്കുരുമുളകിൻ്റെ തൈ ഇതിനു മുമ്പ് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ചെടിച്ചട്ടിൽ സാധാരണ ഈ ഒരു ചെടി റൂട്ട് സ്റ്റോക്ക് നിന്ന് പൊങ്ങി വരാറുണ്ട്. അപ്പോൾ നമ്മൾ കുറ്റിക്കുരുമുളകിന് കൊടുക്കേണ്ട കെയറിനെ കുറിച്ചും വളങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ വീഡിയോയിൽ ഈ ഒരു ചെടിയെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. ചെടിയുടെ അടിത്തട്ടിൽ നിന്ന് ഈ ഒരു പ്ലാന്റ് പൊങ്ങി വരുന്നതും അത് നമ്മൾ ഒടിച്ചു കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് തന്നെ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഒട്ടുമിക്ക എല്ലാ കുറ്റിക്കുരുമുളക് നട്ടിട്ടുള്ള ആളുകൾക്കും ഈ ഒരു പ്ലാന്റ് ചോട്ടുന്ന തെഴുത്ത് വരും. അത് നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ ഒടിച്ചു കൊടുത്താലും 2-3 മാസം കഴിയുമ്പോൾ വീണ്ടും ഈ ഒരു ചെടി അടിത്തട്ടിൽ നിന്ന് പൊങ്ങി വരും. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മളിപ്പോൾ പൊങ്ങി വരുന്നപ്പോഴെല്ലാം നമ്മൾ ഒടിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ നമ്മൾ ഒടിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ട് വേറൊരു ചട്ടിലേക്ക് മാറ്റി നടുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ കുരുമുളകിന് ആവശ്യമായിട്ടുള്ള റൂട്ട് സ്റ്റോക്ക് നമുക്ക് തയ്യാറാക്കാം. ഈ ഒരു പ്ലാന്റ് നമ്മൾ വേറൊരു ചട്ടിയിലേക്ക് വെച്ച് പിടിപ്പിച്ച ശേഷം അതിൽ വേരുകളെല്ലാം വന്ന് സെറ്റായ ശേഷം നമുക്ക് ഈ ഒരു ചെടിയിലേക്ക് നമുക്ക് കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് നല്ലൊരു ഇനം കുരുമുളകിൻ്റെ ഒരു കമ്പാണ്, പാർശ്വ ശിഖരമാണ്. സാധാരണ ഈ ഒരു കുരുമുളക് ചെടിയിൽ കുരുമുളക് വള്ളിയിൽ 2 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് പടർന്ന് മുകളിലോട്ട് കയറി പോകുന്ന ഭാഗവും അതുപോലെ തന്നെ സൈഡിലോട്ട് ചില്ലകൾ പോലെ ഉണ്ടായി വരുന്ന ഭാഗം. ഈ 2 ഭാഗങ്ങളാണ് സാധാരണ ഒരു വള്ളിയായിട്ട് മരത്തിൻ്റെ മുകളിലോട്ട് പടർന്ന് കയറുന്ന ഒരു കുരുമുളകിൽ കാണപ്പെടുക. അപ്പോൾ ഇതിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് ഈ ചില്ല പോലെ നമ്മളെ ചെടിയിൽ നിന്ന് പുറത്തോട്ട് തള്ളി നിന്ന് കായകളുണ്ടാവുന്ന ഒരു ഭാഗമാണ്. അതിനെ നമുക്ക് ലാറ്ററൽ ബ്രാഞ്ചസ് എന്ന് വിളിക്കാം. ഈ ഒരു ലാറ്ററൽ ബ്രാഞ്ചസ് ആണ് നമ്മൾ സാധാരണ കുറ്റിക്കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാറ്. അതുപോലെ തന്നെ മുകളിലോട്ട് പടർന്ന് കയറുന്ന വള്ളിയും ഗ്രാഫ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ അത് കുറ്റിക്കുരുമുളകായിട്ട് വളരില്ല, നേരെ വള്ളി പോലെ തന്നെ പടർന്ന് കയറും. പക്ഷേ അത് നമ്മൾ ഈ ഒരു ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരുപാട് രോഗപ്രതിരോധ ശേഷിയും അതുപോലെ തന്നെ വെള്ളക്കെട്ടുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ് ആ ഒരു ഭാഗം സാധാരണ ഗ്രാഫ്റ്റ് ചെയ്യുക. നമുക്ക് കുറ്റിക്കുരുമുളക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ചില്ല പോലുള്ള ഭാഗം എടുക്കാം. ഇത് നമ്മൾ എടുത്ത ശേഷം ഇനി ചെയ്യേണ്ടത് ഒരു ഇല മാത്രം നിർത്തിയിട്ട് ബാക്കി ഇലകൾ നമ്മളൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക. എന്നിട്ട് ഈ ആ നിലവിലുള്ള ഒരു ഇലയുടെ ഒരു 1/4 ഭാഗം നമ്മൾ മുറിച്ച് മാറ്റുക. അപ്പോൾ ഈ ഒരു 1/4 ഭാഗം നമ്മൾ മുറിച്ച് മാറ്റുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു തണ്ടിലുള്ള പോഷകങ്ങളെല്ലാം കൂടി അല്ലെങ്കിൽ ഇതിലെ ഈർപ്പമൊക്കെ കൂടി ഇലയിലൂടെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇല നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക. അതിനുശേഷം ഒരു വി ഷേപ്പിൽ നമ്മൾ ചെത്തി കൂർപ്പിച്ചെടുക്കുക. നല്ല രീതിയിൽ ഷാർപ്പുള്ള ബ്ലേഡ് ഉപയോഗിച്ച് വേണം നമ്മൾ ചെത്തി കൂർപ്പിക്കാൻ. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കറിക്കത്തിയൊന്നും ഇതിനു വേണ്ടി ഉപയോഗിക്കാതിരിക്കുക. നല്ല ഷാർപ്പ്നെസ് ഉള്ള ബ്ലേഡ് ഉപയോഗിച്ച് ഇത് നമ്മൾ മുറിക്കുമ്പോൾ ഇതിൻ്റെ മുറിപ്പാടിൽ നമ്മൾ തൊടാതിരിക്കാനും ശ്രദ്ധിക്കുക. മണ്ണ് ഈ ഒരു ഭാഗത്ത് പറ്റി പിടിക്കാതിരിക്കാനും മാക്സിമം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്ന റൂട്ട് സ്റ്റോക്ക് ആയിട്ടുള്ള പെപ്പർ കൊളീബ്രിനം, ഈ കൊളീബ്രിനം എന്ന പ്ലാന്റിലേക്ക് നമ്മൾ ഇത് ചേർത്ത് ഇറക്കണം. അതിനുവേണ്ടി ഈ ഒരു പ്ലാന്റിലും വി ഷേപ്പിൽ ഒരു ഭാഗം കട്ട് ചെയ്ത് ബ്ലേഡ് കൊണ്ട് താഴ്ത്തി ഇറക്കുക. ഈ ഒരു ഗ്യാപ്പിലേക്കാണ് നമ്മൾ ഈ ഒരു കുരുമുളകിൻ്റെ കമ്പ് ഇറക്കി വെക്കാൻ പോകുന്നത്. ഇതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് മുറുക്കി കെട്ടണം. ഇതിനു വേണ്ടി നമ്മൾ എടുക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ സാധനം മേടിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കവർ ഉണ്ടാവില്ല. ഈ പ്ലാസ്റ്റിക് കവർ നാട പോലെ കീറിയിട്ട് ഇത് ഉപയോഗിച്ച് നന്നായിട്ട് വരിഞ്ഞ് ചുറ്റി കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് കവർ നമ്മൾ നന്നായിട്ട് വരിഞ്ഞ് ചുറ്റി കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ഒരു പ്ലാന്റ് വളരെ പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോകും. അപ്പോൾ നല്ല രീതിയിൽ വരിഞ്ഞ് ചുറ്റി കെട്ടിയിട്ട് ഉറപ്പെടുത്തുക. വെള്ളം അതുപോലെ തന്നെ വായു ഒന്നും ഇതിനുള്ളിലോട്ട് കടക്കാത്ത രീതിയിലോ അകത്തുനിന്ന് പുറത്തോട്ട് പോകാത്ത രീതിയിലൊക്കെ വേണം നല്ല രീതിയിൽ കെട്ടി കൊടുക്കാൻ. പിന്നെ നമ്മൾ നനച്ച് കൊടുക്കുന്ന സമയങ്ങളിൽ ഇതിലോട്ട് വെള്ളം തട്ടാതിരിക്കാനും മാക്സിമം ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പ്ലാന്റ് നല്ല ഹ്യൂമിഡിറ്റി ആവശ്യമാണ് ഇത് കൂടിച്ചേരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മുറിപ്പാടെല്ലാം ഉണങ്ങി നല്ല രീതിയിൽ ഈ ഒരു 2 പ്ലാന്റ് ഒന്നായിട്ട് തരണമെങ്കിൽ നല്ല ഹ്യൂമിഡിറ്റി ആവശ്യമാണ്. അതിന് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ സാധനം വാങ്ങിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കവർ നനച്ചെടുക്കുക. ഉൾഭാഗം നന്നായിട്ട് നനച്ച ശേഷം ഇതിന് മുകളിലൂടെ പ്ലാന്റ് മൊത്തമായിട്ട് മൂടത്തക്ക രീതിയിൽ ഇറക്കി കൊടുക്കുക.
ഇങ്ങനെ ചെയ്ത ഈ പ്ലാന്റ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തണലത്ത് വെക്കുക. തണലത്ത് വെച്ച് കഴിഞ്ഞാൽ 2 മാസമൊക്കെ പിടിക്കും ഇത് കൂടിച്ചേരാൻ വേണ്ടി. കുരുമുളക് സാധനം വളരെ സ്ലോ ആയിട്ടാണ് ഗ്രാഫ്റ്റ് എല്ലാം പിടിച്ചു വരിക. 2-2.5 മാസം ആകുമ്പോഴേക്കാണ് ഇതിൽ ചെറിയ തെഴുപ്പുകൾ വന്ന് തുടങ്ങുക. അതുവരെ ഈ പ്ലാന്റ് നല്ല പച്ചപ്പായിട്ട് തന്നെ നിൽക്കും. നമ്മൾ വിചാരിക്കും ഈ ഒരു പ്ലാന്റ് ഗ്രാഫ്റ്റ് വിജയിച്ചിട്ടുണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ പ്ലാന്റ് കൂടിച്ചേർന്ന് വരുന്നൊരു സമയമായിരിക്കും അത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു കവർ അഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റ് നശിച്ചു പോകും. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാതെ ഒരു 2.5 മാസം ഒക്കെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ചില സമയങ്ങളിൽ 3 മാസമൊക്കെ പിടിക്കാറുണ്ട് ഈ ഒരു പ്ലാന്റ് കൂടിച്ചേരാൻ. മഴക്കാലങ്ങളിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം. കാരണം ആ സമയങ്ങളിൽ ഈ ഒരു ചെടിയിലുള്ള ഈർപ്പം നഷ്ടപ്പെട്ടു പോകാൻ ഉള്ള ചാൻസ് വളരെ കുറവാണ്. വേനൽക്കാലങ്ങളിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അത് ഏത് പ്ലാന്റ് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ ഈർപ്പം വളരെ പെട്ടെന്ന് തന്നെ അന്തരീക്ഷത്തിൽ നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഒട്ടുമിക്ക പേരും വേനലിൽ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ പരാജയപ്പെട്ടു പോകുന്നത്. നമുക്കൊരു ഹ്യൂമിഡിറ്റി ചാമ്പറൊക്കെ ഉണ്ടാക്കി അതിനകത്ത് പ്ലാന്റ് സൂക്ഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്തും ഗ്രാഫ്റ്റ് ചെയ്യാം. ഗ്രാഫ്റ്റ് ഒരു 75-80% വിജയിച്ച് കിട്ടും. ഫസ്റ്റ് സമയങ്ങളിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അത് കുറ്റിക്കുരുമുളകാണെങ്കിലും ശരി, മാവാണെങ്കിലും ശരി, എന്ത് പ്ലാന്റ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോഴും ആദ്യ സമയങ്ങളിൽ വിജയിക്കില്ല. ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് തന്നെ മുൻപത്തെ മാവ് ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ വീണ്ടും അതിനെ പറഞ്ഞുകൊണ്ട് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എല്ലാവർക്കും കുറ്റിക്കുരുമുളക് എങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യേണ്ടത്, അത് എങ്ങനെയാണ് സാധനം ഗ്രാഫ്റ്റ് ചെയ്ത് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നതെന്ന് ഒരു ഏകദേശം ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് ഈ കുരുമുളകിൻ്റെ പാർശ്വശിഖരത്തിൽ വേര് പിടിപ്പിച്ചിട്ടും കുറ്റിക്കുരുമുളക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ അങ്ങനെയുള്ള കുറ്റിക്കുരുമുളക് വളരെ പെട്ടെന്ന് നശിച്ചു പോകും. അതിനുള്ള കാരണങ്ങളെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മുൻപത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനലിൽ കുറ്റിക്കുരുമുളകിനെ കുറിച്ചുള്ള മറ്റുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയേണ്ടത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.